ഹലോ ലവ്ലീസ്, നമുക്കിപ്പോൾ മൂന്നാം എപ്പിസോഡ് ആ പെട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാവ്ലോക്ക് ഫ്രാങ്കിന് വേണ്ടിയിട്ട് വെച്ചുപോയ ആ ബോക്സിൽ എന്താണ്? സാറയുടെ തലയോ കാലോ വല്ലതുമാണോ? അല്ല, അതിൽ കാറിൻ്റെ ചാവിയാണ്. സാറയുടെ കാറിൻ്റെ. ആ കാറായിരുന്നു ഹാവ്ലോക്ക് ഉപയോഗിച്ചത്. ഒരു ചെറിയ റിലീഫ് ഉണ്ടെങ്കിലും ബോക്സിലെ ബ്ലഡ് സ്റ്റെയിൻ ആരുടെയെന്ന് അറിയത്തില്ല. ഇനി സാറയ്ക്ക് വല്ലതും പറ്റിയോ എന്നറിയുള്ള വെപ്രാളം കൂട്ടുന്നതേ ഉള്ളൂ. അതൊക്കെ എന്തായാലും ആ നടുരാത്രി ഇരുട്ടത്ത് മഞ്ഞിലൂടെ ആളെ കണ്ടുപിടിക്കാൻ നടക്കുന്നത് സംഘത്തിൻ്റെ പ്രയാസമുള്ളൊരു കാര്യമാണ്. രാവിലെ 9 മണിയോടെ സൂര്യൻ ഉദിക്കും. അപ്പം തൊട്ട് അവനെ കണ്ടുപിടിക്കാൻ തെരച്ചിലിന് ആഹ്വാനം ചെയ്യുമ്പോൾ എന്നാൽ ഫ്രാങ്കിന് എത്രയും പെട്ടെന്ന് സാറയുടെ കാർ കണ്ടുകിട്ടിയേ തീരൂ. അതിന് ഇരുട്ടൊന്നും വകവയ്ക്കാതെ സെർച്ചിന് സംഘവുമായി ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ കാർ ചുറ്റുവട്ടത്തായി തന്നെ ടയർ പാടുകൾ വെച്ച് സ്പോട്ട് ചെയ്യുന്നു. പക്ഷെ അതിൽ പറയത്തക്ക വിധത്തിൽ ഒന്നും ഇല്ലെങ്കിലും ലൊക്കേഷൻ ഹിസ്റ്ററി വെച്ച് സാറെ കൊണ്ടുപോയിട്ടുള്ള ലൊക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. മാസ്റ്റർ ബ്രെയിനായ ഹാവ്ലോക്ക് ഇങ്ങനൊരു തുമ്പിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ഓർക്കേണ്ടത് അവൻ ഉദ്ദേശിക്കുന്നതും ഫ്രാങ്ക് സാറെ കണ്ടുപിടിക്കട്ടെ എന്നൊരിതിലാണ്. അച്ഛൻ്റെ രക്ഷപ്പെട്ട് ഓടാൻ പറഞ്ഞ ആ മകനില്ലേ, അവനെ ഒടുവിൽ ഒരു കൂട്ടം മീൻപിടുത്തക്കാർ ആവശ്യ നിലയിൽ കിടക്കുന്നതായി കണ്ടെത്തി പോലീസിനെ ഏൽപ്പിക്കാനായി കൊണ്ടുപോകുന്നു. ക്യാബിനിലേക്ക് നടക്കുന്ന ക്ലിൻറ്റിൻ്റെ കാര്യം കഷ്ടമാണ്. അയാൾ ലൂക്കിനെയും കീറയും കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ളിലേക്ക് കടക്കുന്നതിലും അവിടെയുള്ള മൂന്നാമൻ ആ ക്രിമിനൽ ഇയാളെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് വീഴ്ത്തുന്നു. പിള്ളേർ രണ്ടുപേരും ഉറക്കത്തിലായിരുന്നു. അവർ നെരുരുക്കം കേട്ട് ചെന്ന് നോക്കുമ്പോഴാകട്ടെ ആ ക്രിമിനൽ പുതപ്പും ചൂടി മുക്കിക്കൊണ്ട് തീ കായുകയാണ്. അയാളുടെ ഉള്ളിലെ വേദന കൊണ്ടുള്ള ശബ്ദം മാരിക്കാമെന്ന് അവർ കരുതുമ്പോൾ ക്ലിൻറ്റ് അപ്പുറത്ത് നിശ്ചലനായി കിടക്കുവാണ് താനും. പിന്നീട് ലൂക്ക് ആ ക്രിമിനലുമായി ചുമ്മാ സംസാരിക്കുന്നതിലൂടെ ലൂക്കിൻ്റെ അച്ഛൻ ഒരു പോലീസാണെന്നുള്ള കാര്യം അയാൾ അറിയുന്നു. എന്നാൽ കീരയാകട്ടെ തീ കായാനുള്ള വിറകിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് വഴി ദൂരെ ക്ലിൻറ്റിൻ്റെ പോലീസ് വാഹനം കിടക്കുന്ന കണ്ട് പോകുന്നത് അങ്ങോട്ടേക്ക്. അതിനുള്ളിൽ പ്ലെയിനിലുണ്ടായിരുന്ന തടവുപുള്ളികളുടെ ലിസ്റ്റുണ്ട്. ഇത് കണ്ട് ഇങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ നാട്ടിലെന്നും ക്രിമിനൽസിലൊന്ന് ഇവരുടെ കൂടെ പറപ്പിച്ചിട്ടുള്ളവനാണെന്ന് ഞെട്ടിക്കുന്ന സത്യം അങ്ങനെ അവളും അറിയുകയാണ്. കീരക്കാരെയും ലൂക്കിനെ മാറ്റി വിളിച്ച് പറഞ്ഞ ശേഷം അയാൾക്ക് സംശയം തോന്നാതെ പുറത്തു കിടക്കാൻ പ്ലാൻ എടുത്തു. കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കിനെ വിളിക്കാൻ പോവുക. ഇങ്ങനെ പറഞ്ഞിറങ്ങാൻ നോക്കുന്നതിലും ഇതെല്ലാം അയാൾ മുൻകൂട്ടി കണ്ടതാണ്. പോലീസ് വാഹനത്തിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകാമെന്ന് കരുതിയതാണ് അവർ. എന്നാൽ ആ വണ്ടിയുടെ ചാവി ഓൾറെഡി ക്രിമിനൽ കൈക്കലാക്കിയിട്ടുണ്ട്. കാര്യം പിടികിട്ടി ഇതുവരെയും തോക്കിന് മുന്നിൽ നിർത്തി അവിടെ ഹോൾഡ് ആക്കുമ്പോൾ ഫ്രാങ്കിന് സാറയുടെ വണ്ടി കണ്ടതിൽ പിന്നെ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം വന്നിട്ട് വേറെ ചില സംഘങ്ങളെ ചേർത്ത് അവിടെ മൊത്തം തിരച്ചിൽ നടത്തുന്നു. ഹാവ്ലോക്കിനെ കണ്ടുകിട്ടിയില്ലെങ്കിലും പമ്മിയിരുന്നിരുന്ന വേറെ കുറച്ച് ജയിൽപ്പുള്ളികളെ പിടിക്കാൻ കഴിഞ്ഞതാണ് ഏക ആശ്വാസം. ഫ്രാങ്ക് എന്തായാലും രക്ഷപ്പെട്ടെന്ന ആ പയ്യൻ കാലബുമായി ഒന്ന് സംസാരിക്കുകയാണ്. അവനെ ആദ്യം ഒന്ന് കംഫർട്ടാക്കി ഓരോന്ന് സോഫ്റ്റായി ചോദിക്കുന്നതിൽ നിന്നും 8 വയസ്സുള്ള കാലബ് അച്ഛനൊപ്പം ന്യൂയോർക്കിൽ നിന്ന് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ എത്തിയതാണെന്നുള്ള അറിയുന്നു. പിന്നാലെ കാലബ് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ കാണുന്ന ഇൻമേറ്റിൻ്റെ ഫോട്ടോ കണ്ട് ഇവനാണ് ഒരുത്തൻ എന്ന് തിരിച്ചറിയുന്നതോടെ ക്രിമിനൽസിൻ്റെ കൂടെ പെട്ടു നിൽക്കുന്ന അച്ഛൻ്റെ സ്ഥിതി എത്ര പ്രശ്നമുള്ളതാണെന്ന് അറിയുന്ന ഫ്രാങ്കും. അയാൾക്കൊരു ക്ലൂ കിട്ടുന്നത് ചെക്കൻ ഒരു പുഴയെക്കുറിച്ച് പറയുമ്പോൾ അവർ തങ്ങുന്നത് ഒരു പുഴയോരത്താണെന്ന് അവൻ ഓർത്തെടുത്തപ്പോൾ ഈ ഹാവ്ലോക്കും വിചാരിച്ച പോലെ അത്ര ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. അവിടെ അടുത്ത് തന്നെ വെച്ച് ആ ഇൻമേറ്റ്സിൻ്റെ പിടിയിലാവുന്നു. അവർ അവൻ്റെ ബാഗ് കൈക്കലാക്കി ഭീഷണിപ്പെടുത്തി നടത്തിക്കുമ്പോൾ ഒരു ക്രിമിനലാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. സെർച്ചിനെത്തിയ ഏതോ ട്രൂപ്പറാണെന്നാണ് വിചാരം. നിർഭാഗ്യവശാൽ ഈ സംഘം ഒരു ബഗ്ഗിയ വാഹനം കണ്ടെത്തുന്നു. ക്യാരവാൻ പോലെ ഒരു വാഹനമാണത്. ആ ഏരിയയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതിനും മഞ്ഞിലൂടെ സഫാരി നടത്തുന്നതിനും മറ്റു വിനോദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു അഡ്വഞ്ചർ കമ്പനിയുടെ ട്രിപ്പുമായി വന്ന വാഹനം. 6 ദിവസത്തെ ട്രിപ്പിന് വന്ന ആ ട്രെയിൻ പോലുള്ള വാഹനത്തിൽ ട്രാൻസീവർ വഴിയുള്ള കമ്മ്യൂണിക്കേഷനാണ്. മാത്രമല്ല ഇങ്ങനെ തടവുപുള്ളികളെക്കുറിച്ചുള്ള മെമ്മോ അവർക്ക് ലഭിച്ചിട്ടുമില്ല. ഇനിയുള്ള കാര്യം പറയണ്ടല്ലോ, ബഗ്ഗിയിലിരിക്കുന്നവർക്ക് ഈ സംഘം വരുന്നത് പന്തിയല്ലെന്ന് കണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതും അവിടെ വെടിവയ്പുണ്ടാവുന്നതോടെ ഒടുവിൽ അവരെല്ലാം ക്രിമിനൽസിൻ്റെ ഹോസ്റ്റേഴ്സ് ആവുന്നു. ഒപ്പം ചെക്കൻ്റെ അച്ഛനും ഹാവ്ലോക്കും വേറെ. ഫ്രാങ്കിൻ്റെ സിഡ്നിയുമായുള്ള ഒരിസൽ കൂടി വരുന്നതിന് പിന്നാലെ തൻ്റെ ഭാര്യയെ കിട്ടുന്ന ആ നിമിഷം ഇവിടെ വീഴണമെന്ന് നിൽക്കുകയാണ് അയാൾ. കാരണം അന്വേഷണത്തിന് ഒരു കോപ്പറേഷനുമില്ല, ഒന്നും വിട്ട് പറയുന്നുമില്ല. ഈ പ്ലെയിൻ്റെയൊക്കെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു എന്നുൾപ്പെടെ. എന്നാൽ സിഡ്നിക്കും ഈ പ്രിസൺ ട്രാൻസ്പോർട്ടിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇനിയും മനസ്സിലായിട്ടില്ല. ഹാവ്ലോക്കിൻ്റെ ആവശ്യകതയെക്കുറിച്ചല്ലാതെ ഇതേക്കുറിച്ച് CIA അവളോട് വെളിപ്പെടുത്തിയിട്ടുമില്ല. ബഗ്ഗിയിലെ ഹോസ്റ്റേജ് സിറ്റുവേഷൻ പോലീസിലേക്ക് എത്തുകയാണ്. ഇതിനിടയ്ക്ക് ഒടുവിൽ കാറിൻ്റെ ലൊക്കേഷൻ ഹിസ്റ്ററി വെച്ച് സാറെ കണ്ടുപിടിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. സാറയോട് സംസാരിക്കണമെന്ന് സിഡ്നി എത്തുന്നതിലും ഫ്രാങ്ക് അവളെ പറ്റില്ലെന്ന് പറഞ്ഞു വിടുന്നു. സാറയുടെ പാനിക്കും പരിഭ്രാന്തിയും ഒക്കെ സമയോചിതമായി മാറ്റിയെടുത്ത് റിലാക്സ് ആക്കുമ്പോൾ ഇനി അടുത്ത ലക്ഷ്യം ലൂക്കാണ്. ബഗ്ഗിയിൽ നേരം ട്രാവൽസ് കമ്പനിയിൽ നിന്ന് നിരന്തരമായി ട്രാൻസ്ഫർ മെസ്സേജ് വരുന്നത് കണ്ട് ക്രിമിനൽസിന് ഈ ഹോസ്റ്റേജ് സിറ്റുവേഷൻ എങ്ങനെ ചോർന്നെന്ന സംശയം ചെന്നെത്തുന്നത് ഹാവ്ലോക്കിനടുത്ത്. കാരണം അയാൾ ഇത്രയും നേരമായിട്ടും ലാപ്ടോപ്പിൽ തന്നെ നോക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്കിയായി അവനാവണം ഈ വിവരം പുറത്തറിയിച്ചെന്ന് ക്രിമിനൽസ് ചുറ്റും കൂടുന്നതും ഹാവ്ലോക്ക് അവിടെ അവൻ്റെ സ്ട്രെങ്ത് ഇറക്കുവാണ്. നല്ല ഫ്ലെക്സിബിൾ മിന്നൽ പ്ലാനിങ്. നിമിഷ നേരം കൊണ്ട് തോക്ക് കൈക്കലാക്കി ക്രിമിനൽസിനെ ബന്ദിയാക്കുന്ന സിറ്റുവേഷൻ. സിഡ്നി ഒരു തരത്തിൽ ഫ്രാങ്ക് അറിയാതെ സാറെ ചെന്ന് കാണുന്നതിൻ്റെ കാരണം ഈ ഹാവ്ലോക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നല്ല കഴിവുള്ള ഒരാളാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ സാറെ മാനിപ്പുലേറ്റ് ചെയ്തോന്നോ ഇല്ലെങ്കിൽ സാറ വഴി ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ശ്രമം നടത്തിയോന്നും അറിയണം. സാറ ശ്രദ്ധിച്ചൊരു കാര്യം, അയാൾ എന്തൊക്കെയോ നമ്പറുകൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിൻ്റേതാണെന്നറിയില്ല. തോന്നുന്നത് ഫ്രാങ്കിനെ വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടെന്നും ഫ്രാങ്കിനെ ചൂഷണം ചെയ്യാനുള്ള എന്തോന്ന് അയാളുടെ പക്കലുണ്ട്. അങ്ങനെ എന്തായാലും വൈകാതെ ഹാവ്ലോക്ക് ഫ്രാങ്കുമായി വീണ്ടും സംസാരിക്കുകയാണ് ആ ട്രാൻസ്ഫറിലൂടെ. പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് താനെന്നും
അതാണിപ്പോൾ സാറ നിങ്ങളുടെ അടുത്തുള്ളത് എന്നും പറയുന്ന അവനിപ്പോൾ വേറൊരു ആവശ്യമുണ്ട്. സിഡ്നിയുടെ സെനോഗേറ്റിൻ്റെ പാസ്വേഡ്. അതൊരു ഡിജിറ്റൽ ആർക്കൈവാണ്. അവൾ ഡെവലപ്പ് ചെയ്ത സകല പ്രോഗ്രാംസിൻ്റെയും ഐഡൻറ്റിറ്റിയും ലൊക്കേഷനുമാണ് ആ സെനോഗേറ്റിലുള്ളത്. എന്നാൽ അത് അവൾക്ക് ഒരിക്കലും കൊടുക്കാനാവില്ല. പക്ഷേ പ്രശ്നം ഹാവ്ലോക്ക് ആ ഹോസ്റ്റേഴ്സിൻ്റെ കൂടല്ലേ. അവരെ വേണമെങ്കിൽ ഇത് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് ഒരു ക്രിമിനലിൻ്റെ കാലിൽ വെടിവെച്ച് കരയുന്ന ശബ്ദം കേൾപ്പിച്ചിട്ട് തന്നില്ലേൽ അടുത്ത അവൻ്റെ തലയിലായിരിക്കും എന്ന് പറയുന്നതിനെ തുടർന്ന് ഫ്രാങ്ക് ആകട്ടെ പറയാൻ നിർബന്ധിക്കുന്ന കേട്ട് സിഡ്നി അവനങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞൊടുവിൽ ശങ്കിച്ച് പാസ്വേഡ് കൊടുക്കുന്നു. വിക്ടർ മൈക്ക് 7 ലീമോ സുളോ എന്തോ കോഡ് വാക്കാണ്. ഈ കോൺവെർസേഷനിടയിൽ അവർക്ക് ബഗ്ഗി കിടക്കുന്ന ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാങ്കിൻ്റെ ഇതെല്ലാം പുതിയ പ്രശ്നമാണ്. ഇനിയും തീരാത്ത ഒന്നാണ് ലൂക്കിൻ്റേത്. അവനും കീരയും ക്ലിൻറ്റിൻ്റെ വോക്കി ടോക്കി വഴി അച്ഛനും അമ്മയോട് സംസാരിക്കുന്നു. ഞങ്ങൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല, ഉടനെ എത്തും എന്നറിയിക്കുന്ന പക്ഷേ ആ ക്രിമിനലിൻ്റെ തോക്കിൻ മുനയിൽ നിന്നാണ്. അയാൾ ഇവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പറയിച്ചതിന് പിന്നാലെ ആ വോക്കി ടോക്കിയും ചവിട്ടി നശിപ്പിക്കുന്നു. പിന്നാലെ അവരെ കാറിൽ ബന്ദികളാക്കി എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാവ്ലോക്ക് ആക്സസ് ചോദിച്ച ആ ഫയൽ എന്താണെന്ന് സിഡ്നി പറയുന്നുണ്ട്. അതവളുടെ അച്ഛൻ വികസിപ്പിച്ചെടുത്ത പ്രോഗ്രാമുകളാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ ട്രേഡ് സെൻറ്റർ പ്ലെയിൻ ക്രാഷിന് തൊട്ട് പിറകെ തുടങ്ങിയ നിഗൂഢ പ്രോഗ്രാംസ്. എന്നാൽ ഇപ്പോൾ അത് സിഡ്നിക്കെതിരായിട്ടുള്ള ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. പിതാവിൻ്റെ ലഹസിക്ക് കളങ്കമുണ്ടാക്കാതിരിക്കാൻ താൻ എന്തും ചെയ്യുമെന്ന് പറയുന്നത് പക്ഷേ ഫ്രാങ്കിന് മനസ്സിൽ തട്ടുന്നുണ്ട്. കാരണം അയാളും ഒരിക്കൽ ഒരു മകളുടെ അച്ഛനായിരുന്നു. 9 വയസ്സ് തികയാൻ ആഴ്ചകൾ ശേഷിക്കെ മകളായ റൂബി മരണപ്പെട്ടതിൻ്റെ കാരണം താൻ ചെയ്ത തെറ്റുകളാണെന്ന് വിശ്വസിച്ച് വിഷമിക്കുന്ന ഒരാളാണ് ഫ്രാങ്ക്. എന്തായാലും അവിടെ ഈ രണ്ടുപേരിലും ഇങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ട് വരുമ്പോൾ നമുക്ക് ഈ കഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. അത് വരും എപ്പിസോഡുകളിൽ അറിയാം. ഇനി നമ്മൾ കാണുന്നത് കാത്തിരുന്ന ആ മീറ്റപ്പാണ്. മഞ്ഞിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബഗ്ഗിക്ക് മുന്നിലേക്ക് മാർഷൽസിൻ്റെ ചോപ്പർ പറന്നിറങ്ങുന്നു. ഉള്ളിൽ ഹാവ്ലോക്കിന് നേരം സെനോ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ഫീഡ് ചെയ്തിട്ടുള്ള അറിയാവുന്ന ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്കിത്തിരി പ്രശ്നമുണ്ട്, നാളെ 10 മണിയോടെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഏതോ പെരുസാ പ്ലാൻ പണ്ട. ചോപ്പറിൽ നിന്ന് ഫ്രാങ്ക് ഇറങ്ങി നിരായുധനാണെന്ന് കാട്ടിയിട്ട് തനിക്ക് ഹാവ്ലോക്കിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നത് മറ്റു ക്രിമിനൽസിന് ഒട്ടും വിശ്വാസമില്ല. അവർക്കറിയാതൊരു ട്രാപ്പാണെന്ന്. പക്ഷേ ഹാവ്ലോക്ക് പറയുന്നതിനെ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവരുള്ളത്. ഫ്രാങ്കിൻ്റെ ഉദ്ദേശം അറിയാൻ ഹാവ്ലോക്കിൻ്റെ തീരുമാനം വഴി ബഗ്ഗിക്കുള്ളിലേക്ക് കയറിയിട്ട് ചോദിക്കുന്നത് സാമിനെ വിട്ടുതരാനാണ്. ആ ചെക്കൻ കാലബിൻ്റെ അച്ഛനാണ് സാം. കുറച്ചൊന്ന് നിന്നിട്ട് ഹാവ്ലോക്ക് അതിന് ഓക്കെ പറയുന്നതിന് പിന്നാലെ സാം അടുത്തുകൂടി പോകും വഴി ഫ്രാങ്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നിൽക്കുന്ന ആ ബോഗിയുടെ പിൻവാതിൽ അൺലോക്ക് ചെയ്യുന്നു. നിങ്ങൾക്കിനി രക്ഷയില്ലെന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്ന ഫ്രാങ്കിന് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം ഹാവ്ലോക്ക് പറയുന്നത് എന്താണെന്നറിയോ? ആളുടെ ബേസ്മെൻറ്റിലെ സീക്രട്ട്. അതിന് മുമ്പ് ഫ്രാങ്കിൻ്റെ വീട്ടിൽ കയറിച്ചും പോയി നമ്മൾ കണ്ടിരുന്നില്ലേ? അപ്പോൾ ബേസ്മെൻറ്റിൽ ഹാവ്ലോക്ക് എന്തോ രഹസ്യമായി വെച്ചിരുന്നൊരു സംഭവം കണ്ടെത്തി. അവൻ്റെ സംസാരത്തിൽ നിന്ന് ആ കാര്യം ഫ്രാങ്ക് സ്വന്തം ഭാര്യയിൽ നിന്ന് പോലും മറച്ചു വെച്ചിട്ടുള്ള ഒന്നാണെന്ന് വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത് മരിച്ചുപോയ മകളുമായി ബന്ധമുള്ള എന്തെങ്കിലും ആകാം. എന്തായാലും ഫ്രാങ്ക് ഇത് കേട്ട് മുഖം വിളറി നിൽക്കെ അവിടെ അവരുടെ യഥാർത്ഥ പ്ലാൻ നമ്മൾ കാണുവാണ്. സിഡ്നി ഇതിനിടയ്ക്ക് ആരും കാണാതെ ആ ബോഗിയുടെ മറ്റു ബോഗീസുമായിട്ടുള്ള കണക്ഷൻ വേർപെടുത്തി ചോപ്പറിൽ നിന്നുള്ള റോപ്പുമായി കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നടക്കുന്നതോ? അത് കൊള്ളാം, വെറുതെ കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയാണ്. ചോപ്പർ പാഞ്ഞ് പറക്കുന്നതോടെ ഹോസ്റ്റേഴ്സിൻ്റെ ബഗ്ഗി താഴെ തന്നെ കിടക്കുവാണ്. അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം. ഫ്രാങ്ക് ഡോർ തുറന്നൊരു മൂലയ്ക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള ക്രിമിനൽസും നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്നതും അവരെ പോലീസുകാർ വണ്ടികളിലായി എത്തി കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ ഒടുക്കം ഹാവ്ലോക്കും ഫ്രാങ്കും മാത്രം വണ്ടിയിൽ ശേഷിക്കെ ചോപ്പർ വീണ്ടും ലാൻഡ് ചെയ്യുകയാണ്. സറൗണ്ടഡ് ആണെന്ന് അറിഞ്ഞിട്ടും അവൻ ചെയ്യുന്നതോ എന്തും വരട്ടെ എന്ന പോലെ ബഗ്ഗി സ്റ്റാർട്ട് ചെയ്ത് നേരെ പോകുന്നു. എന്നാൽ അറ്റാച്ച്ഡ് ചെയ്തേക്കുന്ന റോപ്പ് തീരുന്നതോടെ ഉടയ്ക്കൊരു ക്ലിഫിലായി വന്ന് തൂങ്ങിക്കിടക്കുകയാണ്. ഒരു ഭീകര സിറ്റുവേഷൻ. പിറകിലായുള്ള ഹാവ്ലോക്ക് ഗ്ലാസ് പൊട്ടിക്കുന്നത് കണ്ട് ഫ്രാങ്ക് താക്കീത് നൽകുന്നതിനിടെ സിഡ്നിയും അവിടേക്ക് എത്തിച്ചേരുകയാണ്. ആ സിറ്റുവേഷനിൽ അവൻ രക്ഷപ്പെടാണ്ടിരിക്കാൻ ഷൂട്ട് ചെയ്യാൻ ഫ്രാങ്ക് പറയുന്നതിലും സിഡ്നി ഒന്നും ചെയ്യാതെ പതറി നിൽക്കുന്നത് മൂലം അവൻ ഗ്ലാസ് പൊട്ടിച്ച് ആ കൊക്കയിലേക്ക് വീഴുകയാണ്. ഹാവ്ലോക്ക് ആ താഴ്ച അതിജീവിക്കുമോ? നമുക്ക് കണ്ടറിയാം. സിഡ്നി അവനെ ഷൂട്ട് ചെയ്യാൻ അറച്ചതിൻ്റെ കാര്യം എന്താണ്? കാരണം അവർ തമ്മിലുള്ള ബന്ധം പിന്നീടെപ്പോഴും ആഴത്തിലായി പോയിരുന്നു. അത് നമുക്ക് ഈ ഫ്ലാഷ് ബാക്കിലൂടെ തന്നെ മനസ്സിലാക്കാം. പതിയെ പതിയെ അവർ ഇരുവരും റൊമാൻറ്റിക്കലി അടുത്തിരുന്നു. അതും ഹാവ്ലോക്കിൻ്റെ ഒരു മാനിപ്പുലേഷൻ ആയിരുന്നു അവന് വേണ്ടത് നേടിയെടുക്കാൻ. ഫ്രാങ്ക് തിരികെ വീട്ടിലെത്തി ബേസ്മെൻറ്റിലെ മച്ചിന്മേലെ കൈവച്ച് പരുന്ന് നോക്കുന്നുണ്ടില്ലേ? അപ്പോൾ ഹാവ്ലോക്ക് പറഞ്ഞ ബേസ്മെൻറ്റ് സീക്രട്ടിൽ എന്തോ കാര്യമുണ്ട്. എന്തായാലും കാലബിന് തൻ്റെ അച്ഛനെ തിരികെ കിട്ടുന്നത് അവരിരുവർക്കും വലിയ റിലീഫാണ്. അതിൻ്റെ നന്ദി ഫ്രാങ്കിനെ അറിയിച്ചങ്ങനെ വൈകാതെ അയാൾ സിഡ്നിയുടെ ആ റൊമാൻറ്റിക് ലൈൻ അവളുടെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞ് എങ്ങനെയും അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാൻ പറയുന്നു. കാരണം ഇപ്പോൾ ഫ്രാങ്കിൻ്റെ കയ്യിൽ ഒരു എവിഡൻസ് ഉണ്ട്. ആ നമ്പറുകൾ പ്രിന്റ് ചെയ്ത പ്രിൻ്ററിൻ്റെ സിം കാർഡ് സാറ അവനറിയാതെ കൈക്കലാക്കിയതാണത്. പക്ഷേ സിഡ്നിയുടെ കണ്ണിൽ ഇനി അത് ഏറ്റവും ദുഷ്കരമായത്. ഹാവ്ലോക്കിന് എന്തും ചെയ്യാൻ കഴിയും. തന്നെ ചതിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രാങ്കിൻ്റെ കുടുംബത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വിഷം കുത്തിവയ്ക്കാൻ അവനൊരു പ്രയാസമുണ്ടാവില്ല. അങ്ങനെ ചെയ്യാനൊരു മടിയും ഉണ്ടാവില്ല. ഒടുവിലായി ഈ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ അവൾ പറയുന്നൊരു കാര്യമുണ്ട്. ഹാവ്ലോക്കിൻ്റെ കാര്യത്തിൽ ഇനി സഹായിക്കാൻ തനിക്കും ബുദ്ധിമുട്ടായേക്കാം. ഒരുപക്ഷെ അവൾക്കതിന് കഴിയുമോ എന്നും ഭയക്കുന്നുണ്ട്. കാരണം ഹാവ്ലോക്ക് അവളുടെ ഭർത്താവാണ്.
ഒരൊന്നൊന്നര ട്വിസ്റ്റായി പോയില്ലേ? കഥയുടെ ഗതി ഇൻട്രസ്റ്റിംഗ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിഡ്നിയും ഹാവലോക്കും തമ്മിലുള്ള ഒരു വലിയ ഹിസ്റ്ററി തന്നെ പിറകിലായി ഉണ്ടെന്നുള്ള ഉറപ്പാണ്. കൂടാതെ ഇപ്പോൾ ഫ്രാങ്കിൻ്റെ സൈഡിലെ നിഗൂഢതകൾക്കും തുടക്കമായിരിക്കുകയാണ് ബേസ്മെന്റ് സീക്രറ്റിലൂടെ. ഇനിയുള്ള ഉഗ്രൻ കാഴ്ചകളുമായി ചങ്ങായിമാരെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.